ഹലോ, അങ്ങനെ നമ്മുടെ വിനായകനും മമ്മൂക്കയും അഭിനയിച്ചിട്ടുള്ള കളങ്കാവൽ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. ഒബ്രമാളിലാണ് സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തുള്ളത്. 4:10 സിനിമ. അപ്പോൾ ഞാൻ 1-2 റിവ്യൂസ് മാത്രമേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ. കണ്ട റിവ്യൂസ് കുഴപ്പമൊന്നുമില്ല. പടം തകർത്തിട്ടുണ്ട്. മമ്മൂക്കയാണെങ്കിലും അതേപോലെ വിനായകനാണെങ്കിലും ഒക്കെ ഒരു എന്താ പറയാ മരണം മാസമായിട്ടുണ്ട് എന്നൊക്കെയാണ് റിവ്യൂവിൽ കണ്ടത്. അപ്പോൾ അവരാ പറഞ്ഞ റിവ്യൂലുള്ള സംഭവങ്ങളൊക്കെ ഈ സിനിമയിലുണ്ടോ എന്നറിയണമല്ലോ. അപ്പോൾ വേഗം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കിട്ടിയ സീറ്റിൽ എന്തായാലും പോയി കാണാൻ വിചാരിച്ചു. കാരണം ഇപ്പൊ കാശുള്ളപ്പോൾ കാണാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ അത് കാണാൻ പറ്റില്ല. അപ്പൊ കിട്ടിയ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പോയി കാണാന്നുള്ള വിചാരത്തിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഒബ്രമാളിൽ 4:10 മൂവി അപ്പോൾ കാണാൻ പോവാണ്. കണ്ടിട്ട് ആ പടം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പറയാം. അപ്പൊ ഞാൻ സിനിമക്ക് പോവാണ്. പോയിട്ട് വിശേഷം കണ്ടിട്ട് പറയാം കേട്ടോ. എങ്ങനെയുണ്ട് പടം, എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നുള്ള രീതിയിൽ. അതായത് എന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയത്തുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എന്തായാലും ആ സിനിമക്ക് പോവാണ്. പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, യെസ് ബഡീസ്. അപ്പോ നമ്മുടെ സിനിമ നമ്മൾ കണ്ട് കളങ്കാവൽ എന്ന് പറഞ്ഞ മൂവി. അപ്പോ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം മൂവി ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയുള്ളൂ കേട്ടോ. നമ്മൾ റിവ്യൂല് കണ്ട പോലത്തെ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിനായകന്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും അഭിനയം അടിപൊളിയാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ടെസ്റ്റോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്കറിയാം അടുത്ത സീൻ ഇതാണ്, അടുത്ത സംഭവം ഇതാണ് എന്നുള്ളത് നമുക്കിങ്ങനെ എന്താ പറയാ മൂവി പോണതിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള ഒരു ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കി ഒരു വൺ ടൈം ഒരു സൈക്കോ, അതായത് മമ്മൂക്കാടെ ഒരു സൈക്കോ ത്രില്ലർ മൂവി എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം. എല്ലാവർക്കും ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പടം കണ്ടിറങ്ങി വന്നപ്പോൾ തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നല്ലേ പടം, അങ്ങനെയായിരുന്നല്ലേ പടം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. വൺ ടൈം ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മമ്മൂക്കാടെ ചില എക്സ്പ്രഷനും അതായത് ഒരു വില്ലത്തരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. പിന്നെ അത് മാത്രമാണ് ഈ സിനിമയിൽ പറയാൻ മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കഥ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അയ്യോ. പിന്നെ വിനായകന്റെ ചില സീനുകളൊക്കെ കാണുമ്പോൾ മൂപ്പർക്ക് പറ്റാത്തൊരു ക്യാരക്ടർ ചെയ്യിപ്പിച്ചെടുത്തോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ചില സീനുകളൊക്കെ വരുമ്പോൾ ആശാനൊന്ന് നെഞ്ചൊക്കെ പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഭയം ഉള്ള പോലെയൊക്കെയാണ് ചില സീനുകളിലൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ പടത്തിനെ കുറിച്ചിട്ട് ഒരുപാടൊന്നും പറയാനൊന്നുമില്ല. വലിയ ഹൈപ്പ് തരാൻ മാത്രം എനിക്ക് സിനിമയിൽ കണ്ടപ്പോൾ തോന്നുന്നില്ല. ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു മൂവി അത്രേ ഉള്ളൂ ഈ ഒരു കളങ്കാവൽ എന്ന് പറഞ്ഞ ഒരു സിനിമ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്കാടെ ഒരു സൈക്കോ ആ ഒരു അഭിനയം കാര്യങ്ങളൊക്കെ ഉഷാറാണ്. മമ്മൂക്കയും വിനായകനൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവരുടെ ക്യാരക്ടറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ കുറെ കുറവുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് ഈ സിനിമയിൽ. നമ്മൾ ആ ഒരു ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതേപോലെ ഞാൻ റിവ്യൂ 1-2 റിവ്യൂ കണ്ടപ്പോഴും ചിലരുടെ ഡയലോഗൊക്കെ കേട്ടപ്പോൾ ഞാനും ഒരു സംഭവം കുറച്ച് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പടം കാണാൻ പോകുമ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇല്ല എന്നുള്ള അറിയാന്നുള്ളത്. പക്ഷെ അത്രയും സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ പറയത്തക്ക ഇല്ല. ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന മമ്മൂക്ക വിനായകന്റെ ഒരു സൈക്കോ ത്രില്ലർ മൂവി എന്ന് മാത്രമാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ പറയാൻ തോന്നുന്നത്. പിന്നെ അതിന്റെ വിഷ്വൽസും എടുത്ത കാര്യങ്ങളും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു സോങ് ഉണ്ട്, ഒരു നിലാക്കായൽ എന്ന് പറയുന്ന ഒരു തമിഴ് സോങ്, അതും പിന്നെ ഒരു സൈക്കോയുടെ ഒരു ചെറിയൊരു മൂഡൊക്കെ നമുക്ക് മമ്മൂക്കാടെ കയ്യിൽ നിന്നും കിട്ടുന്നൊക്കെ ഉണ്ട്. അത്രയൊക്കെയാണ് ഈ സിനിമയിലുള്ളൂ. എന്തായാലും നിങ്ങൾ ഈ സിനിമ ഷുവറായിട്ട് വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഒന്ന് തിയേറ്ററിൽ പോയിട്ട് കാണാം. ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടാവത്തില്ല. മമ്മൂക്ക വിനായകന്റെ ഒരു സൈക്കോ ത്രില്ലർ മൂവി എന്നുള്ള രീതിയിൽ ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവര് എനിക്ക് കമന്റ് ആയിട്ട് അടയ്ക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. കാണാത്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു വിനായകൻ മമ്മൂക്കാടെ ഒരു സൈക്കോ ത്രില്ലർ മൂവി അത്ര തന്നെയാണ് എനിക്ക് സിനിമയിൽ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.